അച്ചു ഇങ്ങോട്ട് മാറി. നീ കാണിക്കണേ അങ്ങനെയല്ലടാ. എടാ നീ മാറിയേ. ചക്ക നിനക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യാം. നിന്നോട് പറഞ്ഞ കേട്ടില്ല. അങ്ങനെ അവിടെ അതിന്റെ ചോട്ട് കിടന്ന് ഇങ്ങനെ കുഴിക്കരുത്. ആ കുറച്ചുകൂടി വേണോടാ. എടുത്തിട്ട് കേട്ടോ. ഇതാക്കണ്ട, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇത് റൗണ്ട് എന്നല്ലേ? ഇത് പിന്നെ റൗണ്ട് അല്ലാതെ എന്തുവാടാ? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ എപ്പ തൊട്ട് ചെയ്തു തുടങ്ങിയതാന്നറിയാമോ? കൊറേ നാൾ. എന്താ ഇത്രേ ഉള്ളോ? ആ അത് കുഴപ്പമില്ല, അത് വെച്ച് നമുക്ക് ചെയ്യാം. കണ്ടോടാ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ ഇത് ഏകദേശം ഒരു റൗണ്ട് ആയില്ലേ? കണ്ട. എന്നിട്ട് നമ്മള് ഇതിന്റെ ചുറ്റും ഇഷ്ടിക വയ്ക്കണം. ഇനി നീ ഒന്ന് സഹായിക്കേ. വാ അമ്മു, ഇഷ്ടിക വെച്ചെടുക്ക്. വാടാ. അല്ല അറിയാലോ ഞാൻ വെക്കാം. ഇവന്റെ വലിയ വാർത്താനാണല്ലോ ട്രെയിൻ പാലം കൂട്ടിരിക്കുന്നത്. ഒന്ന് പോടാ, നിന്നെ കൊണ്ട് ചെയ്യാൻ സമ്മതിച്ചില്ലാന്ന് പറഞ്ഞോണ്ട്. എടുക്കിങ്ങോട്ട്. എന്താ പരിപാടിയോടെ? അതെ, ഞങ്ങൾ ഈ മാവിന് തടെടുക്കാൻ. നീ പിള്ളേര് കളിക്കുമ്പോണ്ടല്ലോ ഇലയൊക്കെ പിച്ചുവാണ്. നന്നായി നന്നായി. ഞാൻ വിചാരിച്ചായിരുന്നു ആക്കൊന്ന് ചെയ്യണം. വേനലൊക്കെ അല്ലേ, ഇത്തിരി വെള്ളമൊക്കെ വെച്ചെടുക്കാൻ നടന്നില്ല. അല്ല ഇനിയിപ്പോ ഉണ്ടാക്കിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ പിച്ച് പറിച്ച് കളയാൻ പറ്റിയൊരു പാർട്ടി വരുന്നുണ്ടേ. അതാരാണ്? അതേ, അമ്മ എന്നോട് കാലത്ത് ചോദിച്ചപ്പോ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തെ ഫോണിന്നെ പിടിച്ചു വലിച്ചോണ്ടായില്ലേ. ഓൾക്ക് ചെറിയൊരു വിശേഷം. ആണോ? ഞങ്ങൾ വന്നപ്പോ തന്നെ നല്ലൊരു വാർത്ത കിട്ടിയല്ലോ. ഇവിടെ വന്ന് കഥ പറയാണ്. ഞാൻ വന്നത് കണ്ടില്ലേ, കോഴിച്ചിന്നൊക്കെ സാധനങ്ങൾ പറഞ്ഞൊക്കെ ഉണ്ടായില്ല. ഞങ്ങള് വിശേഷമൊക്കെ അറിഞ്ഞൂട്ടോ. അറിഞ്ഞൂടാണ്. നോക്കി കേറ്. ഓടി പാഞ്ഞ് നടക്കല്ലേ. കൊട്ടുപടി എവിടെയാണ്? കൊട്ടുപടി അവിടെ എങ്ങാനും കാണും. ആ കട്ടിലെ കാലൊക്കെ ആകെ ആടി കിടക്കാണ്. അത് കണ്ടിട്ട് നോക്കി കണ്ടല്ലേ, കാണാനില്ല. അതെ, ഒരു വിശേഷമുണ്ട്. വിശേഷോ? ശരി, അപ്പൊ നീയല്ലേ പറഞ്ഞു കുട്ടികളൊക്കെ വലുതായിട്ട് മതി ഒന്നും കൂടി? എനിക്കല്ല, പിന്നെ റസിക്ക് വിശേഷമുണ്ട് മനുഷ്യ. നീ ആ കൊട്ടുപടി എടുത്തു തന്നെ. പിടിച്ചു വലിച്ച് കൊണ്ടോണ്ട് രസ കുട്ടിയായി. എന്താണിത്? അവർക്ക് എന്താ തോന്നുക? നിങ്ങൾ അവിടെ നിന്ന് എന്ത് കഥ പറയായിരുന്നു? എന്ത് പറഞ്ഞ? നിങ്ങളെല്ലാം പറഞ്ഞു. പറയാനൊന്നുമില്ല, അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ അറിയാ? അവരറിഞ്ഞിട്ടുണ്ട്. അതന്നെ, അവര് എന്നോട് ചോദിക്കുമ്പോ പിന്നെ എനിക്ക് പൊട്ടന്റെ വഴി നിക്കാൻ പറ്റുമോ? ഇതാണ് ഇക്കാന്റെ കൊഴപ്പം. ഇതാണ് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് നാട് മുഴുവൻ പറഞ്ഞിടും.